പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, വീണ്ടും സ്കൂൾ തുറന്നു. നിങ്ങൾ പുതിയ ക്ലാസ്സുകളിലെത്തി. പുത്തൻ ഉടുപ്പിൻ്റെയും പുതിയ പുസ്തകങ്ങളുടെയും മണം നിറയുന്ന ക്ലാസ് മുറികൾ, പുതിയ അധ്യാപകർ, പുതിയ സൗഹൃദങ്ങൾ. അങ്ങനെ വിദ്യാലയ ജീവിതത്തിൻ്റെ പുതിയ ലോകം തുറന്നു വരുന്നു. നിങ്ങളെപ്പോലെ ക്ലാസ്സിലിരിക്കാൻ ഗോപിച്ചേട്ടനും ആഗ്രഹമുണ്ട്. ചെറിയ പ്രായത്തിൽ വളരണമെന്ന് മോഹം, വലുതായാലോ വളരണ്ടായിരുന്നു എന്ന ഖേദം. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ബെഞ്ച് ഒരു 30 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര പ്രിയങ്കരമാകുമെന്നോ. പേന കൊണ്ടോ കോമ്പസ് കൊണ്ടോ നിങ്ങളതിൽ സ്വന്തം പേര് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ. അത് ബെഞ്ചിൽ നിന്നു മാഞ്ഞുപോയാലും മനസ്സിൽ മായാതെ കിടക്കും. വിദ്യാലയം പഠനത്തിനുള്ള വേദി മാത്രമല്ല, കണ്ണീരും ചിരിയും കുഴച്ച് നിങ്ങളെ രൂപപ്പെടുത്തുന്ന അനുഭവശാലയാണ്. എല്ലാ കൂട്ടുകാർക്കും പുതിയ വിദ്യാലയ വർഷം മംഗളകരമാകട്ടെ എന്നാശംസിക്കുന്നു. 111 വർഷം മുമ്പ് നടന്ന ഒരു സ്കൂൾ പ്രവേശനത്തെക്കുറിച്ചാണ് ഗോപിച്ചേട്ടൻ ഇനി പറയുന്നത്. പഞ്ചമി എന്ന ഒരു പാവം കുട്ടി പള്ളിക്കൂടത്തിലെത്തുകയാണ്. അവളുടെ വീട്ടിലാരും പഠിച്ചിട്ടില്ല. അന്നൊക്കെ എല്ലാവർക്കും പഠിക്കാനുള്ള അവസരമുണ്ടായിരുന്നില്ല. ജാതിയുടെ പേരിൽ പല വേർതിരിവുകളും നിലനിന്നിരുന്ന ആ കാലഘട്ടത്തെപ്പറ്റി നിങ്ങൾ പഠിച്ചറിഞ്ഞിട്ടുണ്ടാവും. ആ തെറ്റുകളൊക്കെ തിരുത്താൻ അന്ന് വലിയ പരിശ്രമങ്ങൾ നടന്നിരുന്നു. അതിൻ്റെ ഫലമായി തിരുവിതാംകൂർ രാജാവ് താഴ്ന്ന ജാതിയിൽ ജനിച്ച കുട്ടികൾക്കും സ്കൂളിൽ പ്രവേശിക്കാൻ അനുമതി നൽകി. അതിനെ തുടർന്നാണ് 8 വയസ്സുകാരിയായ പഞ്ചമിയും നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള ഊരൂട്ടമ്പലം സ്കൂളിലെത്തിയത്. എന്നാൽ പഞ്ചമിയെ പ്രവേശിപ്പിക്കാൻ സ്കൂൾ അധികാരികൾ തയ്യാറായില്ല. പിന്നീട് എന്താണ് നടന്നതെന്നറിയാമോ? മഹാത്മാ അയ്യങ്കാളി ഈ വിവരമറിഞ്ഞ് അവിടേക്ക് പാഞ്ഞെത്തി. കണ്ണീരൊഴുക്കി വാടിത്തളർന്നു നിന്ന ആ കൊച്ചു പെൺകുട്ടിയുടെ കയ്യും പിടിച്ച് ബലിഷ്ഠനായ അയ്യങ്കാളി വിദ്യാലയത്തിലേക്ക് നടന്നു കയറുന്ന ജ്വലിക്കുന്ന ചിത്രം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അന്ന് 1914 ജൂൺ മാസം 16-ാം തീയതിയായിരുന്നു. ഈ കുട്ടികളെ പാഠശാലയിൽ ഇരുത്തിയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ പാടത്തു പണിക്കിറങ്ങുകയില്ലെന്ന് അയ്യങ്കാളി പ്രഖ്യാപിച്ചു. അങ്ങനെ പഞ്ചമി ചരിത്രത്തിൻ്റെ ഭാഗമായി. ജാതിഭ്രാന്തന്മാർ അടങ്ങിയിരുന്നില്ല. അവർ ആ പള്ളിക്കൂടത്തിന് തീവച്ചു. അങ്ങനെ എന്തെല്ലാം സംഭവ പരമ്പരകൾക്ക് ശേഷമാണ് ഇന്ന് എല്ലാവരും ഒരു ബെഞ്ചിലിരുന്ന് ഒന്നിച്ചു പഠിക്കുന്നത്. നമ്മളെല്ലാം ഒരേ ഈശ്വരൻ്റെ സന്തതികളാണെന്ന ബോധം എപ്പോഴും ഉണ്ടാവണം. പ്രതിജ്ഞയിൽ ചൊല്ലുന്ന പോലെ എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണെന്ന സമഭാവനയോടെ വളരണം. അതാണ് പഞ്ചമിയുടെ ചരിത്രം വീണ്ടും പറയുന്നതിൻ്റെ ഉദ്ദേശ്യം. കുട്ടികളുടെ സുരക്ഷയും അവകാശങ്ങളും ഉറപ്പാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സൗരക്ഷിക എന്ന സന്നദ്ധ സംഘടനയെക്കുറിച്ചറിയുമോ? എല്ലാ വർഷവും ജൂൺ 16 പഞ്ചമി ദിനമായി സൗരക്ഷിക ആചരിക്കുന്നു. ഈ വർഷത്തെ പഞ്ചമി ദിനത്തിൽ നിങ്ങൾ പഞ്ചമിയെക്കുറിച്ച് എഴുതണം. കത്തോ ഗീതമോ കഥയോ ആവാം. നിങ്ങളുടെ രചന മയിൽപ്പീലിക്ക് അയച്ചു തരാൻ മറക്കരുത്. ജൂൺ മാസത്തിൽ ഒരുപാട് വിശേഷ ദിനങ്ങളുണ്ട്. പരിസ്ഥിതി ദിനം, വായന ദിനം, യോഗ ദിനം ഇവയെല്ലാം സ്കൂളിൽ ആചരിക്കുന്നുണ്ടാവും. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് മനുഷ്യൻ്റെ ധർമ്മമാണ്. ഇതിനുള്ള 3 മന്ത്രങ്ങൾ പറഞ്ഞു തരാം. ജലം കരുതലോടെ ഉപയോഗിക്കുക, തൈകൾ നട്ടുവളർത്തുക, പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കുക. പാനി ബച്ചാവോ, പേട് ലഗാവോ, പ്ലാസ്റ്റിക് ഹടാവോ. ഈ 3 കാര്യങ്ങൾ ഇപ്പോൾ മുതൽ ശീലമാക്കാം. നിങ്ങളുടെ ക്ലാസ്സിലെ കൂട്ടുകാരുമായി ചേർന്ന് ഇതിനുള്ള ചില പദ്ധതികൾ സ്വയം രൂപപ്പെടുത്തണം. ക്ലാസ്സിൽ 3 ഗണങ്ങൾ ഉണ്ടാക്കാം. ജലമിത്രം എന്ന ഗണം വെള്ളം പാഴായി പോവാതെ എല്ലായിടത്തും കാവലാവട്ടെ. വനമിത്രം ഗണം വിദ്യാലയ പരിസരത്തിൽ ഒരു ചെറിയ കാവ് തയ്യാറാക്കട്ടെ. ഭൂമിത്രം എന്ന ഗണത്തിലുള്ളവർ സ്കൂളും പരിസരവും പ്ലാസ്റ്റിക് മുക്തമാക്കട്ടെ. 3 കൂട്ടർക്കും മനോഹരമായ ലോഗോ ഉണ്ടാക്കണം. ആശയപ്രചരണത്തിന് ഒരു നോട്ടീസുമാവാം. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ടത് മയിൽപ്പീലിയുടെ വായനക്കാരായ നിങ്ങളാണ്. കൂട്ടുകാരെ, മയിൽപ്പീലിക്ക് 25 വയസ്സ് തികയുകയാണ്.
ഓരോ മാസവും സന്തോഷത്തിൻ്റെ നന്മയുടെയും നുറുങ്ങുകളുമായി നിങ്ങളെ തേടിയെത്തുന്ന മയിൽപ്പീലി കൂടുതൽ പേരുടെ കൈകളിലെത്തണം. നിങ്ങളുടെ സ്കൂളിൽ മയിൽപ്പീലി വായിക്കുന്ന എത്ര പേരുണ്ട് എന്ന് അന്വേഷിക്കണം. 25 വായനക്കാരെ ചേർത്ത് മയിൽപ്പീലിക്കൂട്ടം രൂപീകരിക്കണം. ജൂൺ 19 വായന ദിനത്തിൽ നിങ്ങളുടെ സ്കൂളിൽ മയിൽപ്പീലിക്കൂട്ടം നിലവിൽ വരണം. മാസത്തിലൊരു ദിവസം മയിൽപ്പീലിക്കൂട്ടുകാർ ഒത്തുചേർന്ന് വായനാനുഭവങ്ങൾ പങ്കുവെക്കണം. വായനയുടെ വെളിച്ചം ലഹരിയുടെ ഇരുളകറ്റും. അത് നിങ്ങളെ കൂടുതൽ നന്മയുള്ളവരാക്കും. സ്നേഹപൂർവം, ഗോപിച്ചേട്ടൻ. നല്ലൊരു നാടിൻ കഥ കേൾക്കാം, നന്മയിലെന്നും ചേക്കേറാം. നല്ലവരായി നടക്കാം, കൂട്ടിന് വന്നെത്തുന്നു മയിൽപ്പീലി. നല്ലവരായി നടക്കാം, കൂട്ടിന് വന്നെത്തുന്നു മയിൽപ്പീലി. മയിൽപ്പീലി, മയിൽപ്പീലി, മയിൽപ്പീലിന്നോ? മയിൽപ്പീലി കുട്ടികളുടെ മാസിക. വിനോദം, വിജ്ഞാനം, മാത്രമല്ല സംസ്കാരവും മയിൽപ്പീലിയിലൂടെ. മയിൽപ്പീലി കുട്ടികളുടെ മാസിക.